ചേട്ടാ, ഈ ഭർതൃ വീട്ടിലെ ശാരീരിക പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ടല്ലേ? അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വർഷം ആകുന്നതിന് മുന്നെയാണ് ഈ ആത്മഹത്യയൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിൽ ചിലപ്പോൾ ഈ ലവ് മാരേജ് ഒക്കെ ചെയ്ത ആൾക്കാരിലാണ് ഇത് കൂടുതലും കാണാറുള്ളത് നമ്മൾ. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃശ്ശൂരിലെ അർച്ചനയുടെ മരണം. ആ കേസിൻ്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണ്? അർച്ചന ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് പൊള്ളലേറ്റ നിലയിൽ, അവിടെ ഒരു കാനയുണ്ട്, കോൺക്രീറ്റ് കാന, വരന്തരപ്പള്ളിയിൽ അവിടെ കാണപ്പെടുന്നു. അതായത് ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അർച്ചനയുടെ വീട്ടിൽ ഷാരോണിൻ്റെ ഭാര്യയാണ് അർച്ചന. ഷാരോൺ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. ഈ ഷാരോണിൻ്റെ അമ്മ അവരുടെ മകളുടെ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി അംഗൻവാടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അർച്ചന തീ കൊളുത്തി, വീട്ടിനകത്ത് വെച്ചാണ് തീ കൊളുത്തിയിട്ടപ്പം തീ ആളിപ്പടർന്നപ്പോഴത്തേക്ക് പുറത്തേക്ക് ഓടി ആ കോൺക്രീറ്റ് കാനയിലാണ് വന്ന് വീഴുന്നത്. അപ്പോൾ അർച്ചന 6 മാസം മുമ്പാണ് വിവാഹിതയാകുന്നത്. പ്രണയിച്ച് വിവാഹിതരായ 2 പേരാണ് അർച്ചനയും ഷാരോണും. അർച്ചന ഡിപ്ലോമ കഴിഞ്ഞിട്ട് ചെന്നൈയിലെ ജോലിക്ക് പോയ സമയമാണ്. ഈ അർച്ചനയുടെ വീടിന് പിറകുവശത്താണ് ഷാരോണും കുടുംബവും വാടകയ്ക്ക് താമസിക്കാനായിട്ട് വന്നത്. അങ്ങനെയാണ് ഇവർ പ്രണയത്തിലാകുന്നത്. ഈ ചെന്നൈയിൽ പോയി ജോലിക്കായിട്ടൊക്കെ പോയി ഒരു ദിവസം ഡ്രസ്സ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അർച്ചന വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഷാരോണിനൊപ്പം അടുത്ത ദിവസം മുതൽ ജീവിച്ചു തുടങ്ങുകയായിരുന്നു. അവർ പിന്നീട് വിവാഹിതരാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പെൺകുട്ടി, 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് നിയമപരമായി വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ വീട്ടുകാരറിയാതെ പ്രണയിക്കുന്ന ആളിനൊപ്പം ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ മിക്ക വീട്ടുകാരും ആദ്യം അതിന് അനുകൂലമായിരിക്കില്ല. അത് സ്വാഭാവികമാണ്. പക്ഷെ പിന്നീട് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ അവർ പിന്നെ ആ പിണക്കമൊക്കെ മറന്ന് ഒരുമിക്കും. അങ്ങനെയാണ് മിക്കവാറും നമ്മൾ കാണുന്നത്. പിന്നെ വളരെ വളരെ അപൂർവമായിട്ടാണ് വർഷങ്ങളോളം ആ പിണക്കവും പരിഭവവും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളുള്ളത്. അതൊക്കെ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. ഇവിടെ ഈ അർച്ചനയുടെ പിതാവ് ഹരിദാസ് പറയുന്നത് നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞത്, ഞാൻ 1 രൂപ പോലും സ്ത്രീധനമായി കൊടുക്കില്ല, 1 രൂപ പോലും ഞാൻ കൊടുക്കില്ല. ആ സമയത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറയുമല്ലോ. അല്ലാതെ നീ പോയത് നന്നായി, ഞാനിപ്പോൾ തന്നെ ഈ വീടും വസ്തുവെല്ലാം നിനക്ക് എഴുതിത്തരാമെന്ന് ആരും പറയില്ല. ഒന്നാമത്തെ പ്രശ്നം, ഷാരോൺ അത്ര ശരിയല്ല. ഷാരോൺ തമിഴ്നാട്ടിൽ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. അതുമാത്രമല്ല, മൊത്തത്തിൽ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള, മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഷാരോൺ. അപ്പം അങ്ങനെയുള്ള ഒരാളിനോടൊപ്പമാണ് അർച്ചന പോയിരിക്കുന്നത്. ആ ചെന്ന സമയം മുതൽ ക്രൂരമായ മർദ്ദനമാണ് അർച്ചനയ്ക്ക് കേൾക്കേണ്ടി വന്നത്. അതുമാത്രമല്ല, ഇയാൾ സംശയരോഗിയാണ്. ഒന്നാമത് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുകയും ലഹരി കേസുകളിൽ പെടുകയും ചെയ്ത ഒരാൾ. അടുത്തതെന്ന് പറഞ്ഞാൽ സംശയരോഗിയാണ്. സംശയരോഗവും കൂടെ ആകുമ്പോൾ, ഈ സംശയരോഗം തന്നെ വലിയ പ്രശ്നമാണ്. സംശയരോഗിയായ ഭർത്താവിനൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ്. ഈ അർച്ചന ഗർഭിണിയായിരുന്നു. അപ്പോൾ ഗർഭിണിയാണ് എന്നുള്ളത് വീട്ടിൽ അറിയിക്കുകയും ചെയ്തു, അർച്ചനയുടെ വീട്ടിലേക്ക് അറിയിക്കുകയും ചെയ്തു. പക്ഷേ അർച്ചനയ്ക്ക് എപ്പോഴും അവരുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അർച്ചനയുടെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അർച്ചന ഏതെങ്കിലും തരത്തിലൊക്കെ വീട്ടുകാരെ അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അറിയിച്ചപ്പോൾ അവരിഞ്ഞ് പോകാൻ പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങ് പോര്, അവിടെ നിൽക്കണ്ട എന്ന് ആ അച്ഛനും അമ്മയും പറഞ്ഞു. അമ്മയുടെ പേര് ജിഷ എന്നാണ്. സാധാരണ ചില കേസുകളൊക്കെ വന്നിപ്പം നിയമപരമായി കല്യാണം കഴിച്ച് വിടുന്ന ആളുകൾ തന്നെ ആയാലും വിവാഹം കഴിക്കുന്ന ആളുകൾ തന്നെ ആയാലും അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും പറയും, അഡ്ജസ്റ്റ് ചെയ്ത് മോളവിടെ നിൽക്കാൻ പറയും. എങ്ങനെയെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങിട്ട്. അപ്പോൾ എനിക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും പറയുന്നത് അവിടെ നിന്നാൽ മതി, കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും. അവസാനം ഈ യുവതി ഈ പറഞ്ഞതുപോലെ ജീവൻ ഒടുക്കി കഴിയുമ്പോഴാണ് പിന്നെ അച്ഛനും അമ്മയും രംഗത്ത് വന്നിട്ട് അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, അവൻ്റെ ഓഡിയോ ഉണ്ട്, ഇവൻ്റെ വീഡിയോ ഉണ്ട്, ക്രൂരമായ ഉപദ്രവമായിരുന്നു. അങ്ങനെ ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരണ്ടേ? സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു യുവതിയാണെങ്കിൽ എന്തിനാണ് ആ വീട്ടിൽ കൊണ്ടിടുന്നത്? അല്ലെങ്കിൽ ഒരു ജോലി, ചെറുപ്പമാണ്, ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള
ശേഷിയുണ്ടെങ്കിൽ ആ തരത്തിലൊരു ജോലി ആ യുവതിക്ക് വാങ്ങിച്ചു കൊടുക്കണം, മകൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ അന്ന് മുതൽ തന്നെ ഈ അച്ഛൻ പറഞ്ഞിരുന്നു, ഈ പോയത്, ഈ മരിച്ചത് തന്നെ അച്ഛൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഈ അർച്ചന മരിച്ചു എന്നുള്ളത് അറിയുന്നത് തന്നെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ പറയുന്നുണ്ട് ഇയാൾ കുഴപ്പക്കാരനാണ്, ഇവനോടൊപ്പം ഒരു ജീവിതം ശരിയാകില്ല എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അർച്ചന അതൊന്നും കേട്ടില്ല. അർച്ചനയ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഷാരോൺ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്ന് ഈ ഒരു പ്രായത്തിൽ കടന്നു പോകുമ്പോൾ 20 വയസ്സ് മാത്രമേ അർച്ചനയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ട ആളിനൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിന്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപാട് സങ്കല്പങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഒരു പങ്കാളിയെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ വരുമ്പോഴാണ് പിന്നെ എപ്പോൾ കണ്ടാലും നിരാശ മാത്രം മുഖത്ത്. എന്തോ ചെയ്യാനേ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി എൻ്റെ ജീവിതം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ കുറേ നമ്മളിങ്ങനെ സങ്കല്പിച്ച് കൂട്ടി വയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സങ്കല്പങ്ങളാണ്, സ്വപ്നങ്ങളാണ്. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും അത്രയൊന്നും ആളുകൾക്ക് ആകാനൊന്നും പറ്റില്ല. എപ്പോഴും റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അതൊന്നും പറ്റില്ല. ആളുകളുടെ മാനസികാവസ്ഥയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ റൊമാൻറ്റിക്കൊക്കെ ആയിട്ടൊക്കെ ഇരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അത് കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് യഥാർത്ഥത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ അതൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അർച്ചനയ്ക്കും ഷാരോണിനും ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നി. അർച്ചന വസ്ത്രം എടുക്കാനാണെന്നും പറഞ്ഞ് ഷാരോണിനൊപ്പം പോയി. പക്ഷെ അന്ന് മുതൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അച്ഛൻ പറഞ്ഞല്ലോ ഞാനൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ഷാരോൺ ക്രൂരമായ ഉപദ്രവമാണ്, നിരന്തരം ഉപദ്രവിക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഉപദ്രവമാണ്. പിന്നീട് ഈ അമ്മ മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നു, ഷാരോണിൻ്റെ അമ്മ. അപ്പോൾ 2 പേരും മാനസികമായി ഈ അർച്ചനയെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും ശാരീരികമായ ഉപദ്രവം ഉണ്ടാകുകയും മാനസികമായി 20 വയസ്സ് മാത്രമുള്ള ഒരു യുവതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തു. 3 മക്കളാണ്. ഈ 3 മക്കളിൽ മൂത്ത ആളാണ് അർച്ചന. ആ വീട്ടിലെ മൂത്ത ആളാണ് അർച്ചന. മൂത്ത കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ചില ഇപ്പോൾ മൂത്ത കുട്ടികൾ ഇങ്ങനെ ഒന്ന് മൂത്ത കുട്ടി, പിന്നെ ഒരു 3-4 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവസാനമൊക്കെ വരുന്ന ആളും അമിതമായ ലാളനയൊക്കെ ഏറ്റുവാങ്ങി. പ്രത്യേകിച്ച് മൂത്ത കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലാളന ഏറ്റുവാങ്ങി വളരുന്ന മൂത്ത ആളാണോ വീട്ടിൽ? അല്ല. എത്രാമത്തെ? രണ്ടാമത്തെ ആളിനെയൊക്കെ ലാളിക്കും. നമുക്ക് അമ്മയ്ക്കും അച്ഛനും മക്കളോട് വേർതിരിവൊന്നുമില്ല, ഒരുപോലെയൊക്കെ തന്നെ. എന്നാലും നമ്മൾ ഈ കാത്തിരുന്ന് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ആഗ്രഹിച്ച് നമുക്ക് കാത്തിരുന്നൊരു കുഞ്ഞുണ്ടാകുന്നു. അപ്പോൾ കൂടുതൽ സ്നേഹം ആ കുഞ്ഞിനോട് കാണിക്കും. അപ്പോൾ അങ്ങനെ വളർത്തിയ ഒരു മകളാണ് അർച്ചന. അപ്പോൾ ആ മകളാണ് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് ആ മാതാപിതാക്കൾ അറിയുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീട്ടിലാണ് ഈ ഷാരോണും കുടുംബവും താമസിക്കുന്നത്. അപ്പോൾ നിരന്തരം സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ഉപദ്രവം, മർദ്ദനം, അതുമാത്രമല്ല, ഈ മർദ്ദനം തുടരുന്നതോടൊപ്പം ഈ ജീവിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഭർത്താവിന്, ഷാരോണിനെ, ഈ അർച്ചനയ്ക്ക് ഭയമായി തുടങ്ങി. അയാൾ വരുമ്പോൾ തന്നെ ഭയമാണ്. ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശരീരം ഇങ്ങനെ കാണിക്കും. നമ്മൾ ചില ആളുകൾ പറയും ടെൻഷനാകും എന്നൊക്കെ പറയും. വേറൊരു മാനസികാവസ്ഥയിലേക്ക് പോകും. കാരണം ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഇയാൾ സംശയരോഗിയും കൂടാണ്. ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇയാൾ എന്താണ് പറയാൻ പോകുന്നത്, ഞാനിനി പറയുന്നതും ചെയ്യുന്നതും ഇയാൾക്ക് ഇഷ്ടമാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളൊക്കെ മതി. നമ്മൾ ഇവിടെ ഈ അടുത്ത് കൊച്ചിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു യുവതിയെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആരും അറിയുന്നില്ല. അപ്പം ഇയാൾക്കും അറിയാം, ആ യുവതിക്കും അറിയാം. ഈ താമസം തുടങ്ങിയ ആ സമയം മുതൽ, യുവതി എന്ന് പറയുമ്പോൾ യുവതിക്ക് ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പം നിരന്തര ഉപദ്രവമാണ്. ഈ ഉപദ്രവം എല്ലാം സഹിച്ച് ഈ യുവതി അവിടെ താമസിക്കുന്നു. ഫ്ലാറ്റ് വിട്ട് പോകാൻ ഇയാൾ സമ്മതിക്കില്ല. ഇതുപോലെയാണ്, ആരെങ്കിലും ഫോൺ ചെയ്താൽ ഇയാൾ അവിടെ വന്ന് ഇരിക്കും. ഇനി വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഇയാൾ പറയുന്നതാണ് വീട്ടിലോട്ട് പറയേണ്ടത്. അത് മാത്രം നിരന്തരം ഉപദ്രവമാണ്. അവസാനം ഈ തുണി തയ്ക്കുന്നതിൻ്റെ അവിടെ ഹെൽമെറ്റ് കൊണ്ടുവച്ചു. നിസ്സാര കാര്യങ്ങളാണ്.
ഹെൽമറ്റ് വെച്ചതിന് ക്രൂരമായി ഉപദ്രവിച്ച് ഇവരുടെ ബോധം പോയി കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവർ മരണപ്പെട്ടു എന്നോ മറ്റോ വിചാരിച്ചിട്ട് അയാൾ ഇറങ്ങിപ്പോയി. ഇയാൾ ഈ മൊബൈലിൻ്റെ ചാർജറൊക്കെ വെച്ചിട്ടാണ്, അതായത് മൊബൈലിൻ്റെ ചാർജർ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ആ യുവതി പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയും അവരുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്തു, ചിത്രങ്ങളൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്തു. അതിക്രൂരമായ മർദ്ദനമാണ്. അതിങ്ങനെ ഭർത്താവുണ്ട്, എന്നിട്ട് ഇവിടെ വന്ന് വേറൊരാൾക്കൊപ്പം ആരും അറിയാതെ താമസിക്കുകയാണ്. ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് അവരിഷ്ടപ്പെട്ട് വിവാഹിതരായ രണ്ടുപേരാണ്. അപ്പോൾ ഞാൻ ഭയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. കുറേ വർഷം അവിടെ അങ്ങനെ താമസിച്ച് അവസാനമാണ് ഈ ബോധം കെട്ട് അവസാന ഘട്ടത്തിലാണ് ഇനിയിപ്പം ഇയാളോടൊപ്പം ഞാൻ ജീവിച്ചാൽ, ഇയാൾക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന് ആരോട് പറയാനും താല്പര്യമില്ല. എൻ്റെ ഒപ്പം ഇങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ ഒരു പങ്കാളി ഉണ്ടെന്ന് പറയാൻ പോലും താല്പര്യമില്ലാത്ത ഒരാളോടൊപ്പമാണ് അതൊന്ന്. രണ്ടാമത്, അങ്ങനെ പറയാൻ താല്പര്യമില്ലാത്ത ആളിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങി ജീവിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളിനൊപ്പം, തനിക്ക് പ്രിയപ്പെട്ട ഒരാളിനൊപ്പം ആ യുവതി പോവുകയും ചെന്ന കാലം മുതൽ ശാരീരികവും മാനസികവുമായ ഉപദ്രവം ഏറ്റുവാങ്ങി ഭയത്തോടു കൂടി ജീവിക്കുക. അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം ഭർത്താവിന് ഭയന്ന് ജീവിക്കുക, ഭർത്താവിൻ്റെ വീട്ടുകാരെ ഭയന്ന് ജീവിക്കേണ്ടി വരിക, അങ്ങനെ ജീവിക്കേണ്ടി വരും. പിന്നെ പലപ്പോഴും പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടാവും ചുറ്റും. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം ബന്ധുക്കളുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മളെന്താ പറയുക, ഇപ്പോൾ കസിൻസ് എന്നല്ലേ പറയുക. പണ്ടിപ്പോൾ അപ്പച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മക്കൾ, പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ, ഇനി അമ്മയുടെ ആങ്ങളയുടെ, അത് അമ്മാവൻ്റെ മക്കൾ, ഇങ്ങനെ കുറേ ആളുകളുണ്ടാവും. പിന്നെ മുതിർന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുമായിട്ടെല്ലാം ഇടപഴകിയാണ് ഇവർ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രായത്തിലുള്ള കുറേ ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഇവരുടെ പിന്നെ മാനസികമായ ആരോഗ്യം, അതായത് ഏത് വിഷയം വന്നാലും അതിനെ നേരിടാൻ പറ്റുന്ന കരുത്ത് ഇവർക്കുണ്ടാവും. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആരുമില്ല, അച്ഛനും അമ്മയും പിന്നെ 2 കുട്ടികളും അല്ലെങ്കിൽ ഒരു കുട്ടി, മറ്റുള്ള ആളുകളുമായിട്ടൊന്നും അധികം സംസാരമോ ഒന്നും ഇല്ല, ബന്ധുക്കളുമായി പോലും അധികം ഇടപെടലില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാനോ പറ്റാതെ പോകും. അപ്പോൾ പിന്നെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. കാരണം നമ്മുടെ ജീവിതം ജീവിച്ച് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. പ്രശ്നമില്ലാത്ത ആളുകളുണ്ട്. ഓരോ ദിവസവും ഓരോ പ്രശ്നം വരും. അപ്പോൾ ഇന്നിപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നത്തിനെ പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരെന്നുള്ള നിലയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആ കുട്ടിക്ക് തോന്നിക്കാണും, കാരണം അച്ഛനെയും അമ്മയും ഒക്കെ അനുസരിക്കാതെ ഇഷ്ടപ്പെട്ട ഒരാളിനോടൊപ്പം ഇറങ്ങിപ്പോയി, അതൊരു തെറ്റായിപ്പോയി എന്ന് എപ്പോഴെങ്കിലും ആ യുവതിക്ക് തോന്നിക്കാണും. അപ്പോൾ തോന്നുമ്പോൾ ഇവിടെ സ്വൈര്യമായിട്ടുള്ള ജീവിതവുമല്ല, ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതവുമല്ല, എങ്കിൽ പിന്നെ ഇനി ജീവിച്ചിരിക്കേണ്ട, ആർക്കും ഭാരമാകണ്ട, അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ആർക്കും ഭാരമാകണ്ട എന്ന് വിചാരിക്കുന്നത്, അങ്ങനെ ആ യുവതി ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ദാരുണമായ സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള, ഇപ്പോൾ പ്രണയിക്കേണ്ട എന്നൊന്നും നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. അത് മനുഷ്യൻ ഉള്ള കാലം മുതലുള്ള ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. പക്ഷെ പ്രണയിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആളും തരവും നോക്കിയേ പ്രണയിക്കാവൂ. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ അടുത്തേക്ക് പോവുകയും അവരെ നമ്മൾ പങ്കാളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നമുക്ക് നമ്മുടെ ജീവിതം തന്നെ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി വേണം, നമുക്കൊരു വരുമാനം വേണം, അല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്ക് അത്രയും ശേഷി ഉണ്ടാവണം, തീരുമാനങ്ങൾ തൻ്റെ ഇടത്തോടെ എടുക്കാനുള്ള ശേഷി ഉണ്ടാകണം, വരച്ച വരയെ നിർത്താൻ പറ്റണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്തരം മരണങ്ങൾ. സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ഈ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ അടുപ്പിച്ച് കുറേ സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇത്തരം സംഭവങ്ങളിൽ ആളുകൾക്ക്, പ്രണയിക്കുന്നവർക്ക് ആളും തരവും നോക്കി പ്രണയിക്കാൻ കഴിയട്ടെ.
ശരി.